വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം കൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം കണ്ടാലൊരു കോലം ഇടിവെട്ടി തിളങ്ങണ നേരം ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം അടിമുടി പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരനിവൻ അയ്യോ വെറും പാവം ഇവൻ MIT മൂസ ഇവൻ MIT മൂസ ഇവൻ MIT മൂസ വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം പൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം അരവയർ നിറക്കാൻ കുടുകുടു ശകടം ഓടാത്ത വഴിയൊന്നുമില്ല പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല ഒരു മുഴനാവും ചുഴറ്റി പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ അയ്യോ കറങ്ങണ്ണ് ദുനിയാവ് കൂടെ ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടിതപ്പം അതിശയൻ MIT മൂസ ഇവൻ MIT മൂസ 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 എത്ര ദിവസമായി കൊര തുടങ്ങിയിട്ട് മയം കൊണ്ട് മീൻ വെക്കാൻ പോണ്ടെന്നാ ഞങ്ങൾ കേൾക്കൂല അതുകൊണ്ടല്ലേ ഇങ്ങനെ കൊരക്കണേ അതിനെന്താ പത്തുവോ കൊരയും പനിയൊക്കെ മരുന്ന് വെച്ചാൽ മാറൂലേ എത്ര ദിവസമായി നിങ്ങൾ മൊയ്മ ഡോക്ടറെ മരുന്ന് കുടിക്കണേ എന്തെങ്കിലും മാറ്റണ്ടോ പഠിച്ചോനെ വില്ല് പോലെ വളഞ്ഞു നിക്കണ ദൂരി വില്ലഞ്ചമാന്നാ തോന്നണേ മോനെ എന്ത് പറ്റി ഈ കൊര എപ്പോഴും ഉണ്ടളിയാ അന്നെപ്പോലെ ആരെങ്കിലും കാണുമ്പോ മാത്രമേ ഉള്ളൂ മോനെ ഇത് ശയാണോ ക്ഷയിച്ച് പോണേ എന്റെ അളിയാ ഇങ്ങളെ കൊര അങ്ങ് നരിക്കുരി വരെ കേക്കാം ഇങ്ങക്ക് നല്ലൊരു ഡോക്ടറെ കണ്ട് വല്ല ആന്റിബയോട്ടിക് മരുന്ന് വാങ്ങി കഴിച്ചൂടെ മോനെ 4 കുപ്പിയാണ് ഇവിടെ ഉള്ളത് 1-2 ദിവസം കൊണ്ട് ആ മരുന്ന് കുടിച്ച് തീർത്ത് എന്നിട്ടും കൊരയ്ക്ക് മാത്രം ഒരു കുറവുമില്ല അപ്പൊ അതാണ് കാര്യം അളിയന്റെ കോഴി തീറ്റ അല്ല ഞമ്മള് കൊയ്യർച്ചി തിന്നതും കൊറേ തമ്മിൽ എന്താ ബന്ധോ ബന്ധണ്ട് അളിയാ ബന്ധണ്ട് കോയിറച്ചി തിന്നിട്ടാണ് നിങ്ങളെ കൊര നിക്കാത്തത് എനിക്കെന്നെ പെരാണ്ടായിക്കണോ സുക്കുറേ ഈ കോയിറച്ചി നല്ല എങ്ങനെയാണ്ട് കൊരക്കുക കൊര മാറാൻ അളിയൻ കഴിച്ച മരുന്ന് ആന്റിബയോട്ടിക്കാ അത് ഏശാത്തതിന് കാരണം അളിയന്റെ ഈ ചിക്കൻ തീറ്റ എന്റെ അളിയാ ഈ ബ്രോയിലർ കോഴികൾക്ക് തിന്നാൻ കൊടുക്കുന്നത് ആന്റിബയോട്ടിക്കാ രോഗം വന്ന് ചാവാണ്ടിരിക്കാൻ പിന്നെ തൂക്കം കൂടാനായി ആ കോഴികളെ തിന്നുന്നോണ്ട് അളിയന്റെ പ്രതിരോധ ശേഷി മൊത്തം അങ്ങോട്ട് പോയി ആ ശേഷിയും പോയോ അതും കൂടിയാ ബാക്കിയുള്ളതിന് പോകാന് ഏത് ശേഷിയാണ്ടി ഞമ്മക്കില്ലാത്ത ഒന്നുമില്ല നിങ്ങൾക്ക് ഒരു കൊട്ട മീൻ ചുമക്കാനുള്ള ശേഷിയില്ലാന്ന് പറയേനു നിങ്ങൾ ഇങ്ങനെ കച്ചറ കൂടിയിട്ട് ഒരു കാര്യമില്ല ഇനി അളിയന് എന്തെങ്കിലും പ്രതിരോധ ശേഷി ബാക്കിയുണ്ടെങ്കിലേ അത് പോവാതെ നോക്കണം അതിന് എന്താ സുക്കുറ ഒരു വഴി ഒരു വഴിയുണ്ട് എന്ത് കോഴി തിന്നാണ്ട് നിക്കണം അതൊരു വഴിയാണ് സുക്കുറേ ആഴ്ചയില് 2-3 ദിവസം കോഴി ബിരിയാണി ഇല്ലാണ്ട് ഞമ്മക്ക് പറ്റൂല മോനെ അത് ഏതെങ്കിലും ഹോട്ടലിൽ ചെന്നിട്ടാണെങ്കിലും മൂപ്പര് തിന്നു ഒരു പൊതി എനിക്ക് കൊണ്ടുതരാ വടേക്ക് അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല അളിയ ഇങ്ങക്ക് കോഴി തിന്നാതിരിക്കാൻ പറ്റൂലെങ്കില് വീട്ടിൽ കോഴിനെ വളർത്തണം എന്നാ പിന്നെ ആന്റിബയോട്ടിക് ഇല്ലാത്ത ചിക്കൻ തിന്നാലോ ഇടക്കിടക്ക് എനിക്ക് വന്ന് കഴിക്കാലോ കോഴിനെ വളർത്തുന്ന കാര്യം നമ്മളേറ്റി അപ്പോ ഞമ്മക്ക് കഴിക്കാനുള്ള കോഴിനെ ഞമ്മള് പെരേ തന്നെ ഉണ്ടാക്കി ഈ മരുന്നടിക്കാത്ത അസല് കോഴി അതന്നെ അളിയ ഇതില് ഞാൻ അസല് ബിസിനസിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് തുടങ്ങിയോന്റെ ഒലക്കമ്മല ബിസിനസ് പൊളിയാത്ത ഒരു ബിസിനസ് ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ നടത്തിക്കണോ എന്റെ ഇത്താത്ത ഇതങ്ങനല്ല ഈ ബിസിനസ് പൊളിയൂല മരുന്ന് കുത്തിവെച്ച കോഴികളെ വിൽപ്പന കുത്തനിടിഞ്ഞിരിക്കുക അപ്പൊ നമ്മൾ മാർക്കറ്റിൽ ഇറക്കുന്നു മരുന്ന് കുത്തിവെക്കാത്ത അസല് നാടൻ കോഴികൾ കിലോന് 250 റുപ്യ അല്ലോ ഇച്ചിരി കൂടുതലല്ലേ സുക്കൂറെ കഴിഞ്ഞ പെരുന്നാക്കും കൂടി 150 റുപ്യ ഉള്ളൂ കിലോക്ക് എന്റെ താത്ത
കീടനാശിനിയും രാസവളവും ഇടാത്ത ജൈവ പച്ചക്കറികൾക്ക് വില കൂടുതലല്ലേ? എന്നിട്ട് ആളുകൾ വാങ്ങുന്നില്ലേ? എന്താ കാരണം? എന്താ? ആളുകൾക്ക് ഇതിനെ പറ്റിയുള്ള ആശങ്ക. അങ്ങനെയുള്ളവരെ ആന്റിബയോട്ടിക് തീറ്റ കൊടുക്കാത്ത കോഴികളെയും വൻ വില കൊടുത്ത് വാങ്ങും. പാത്തോ എന്റെ അനിയനാണെങ്കിലും ഒരു ബുദ്ധി ഉണ്ട് കേട്ടോ. ഞമ്മള് പാരമ്പര്യമായിട്ട് ബുദ്ധിയും സൗന്ദര്യവും ഒക്കെ ഉള്ള കൂട്ടത്തിലാ അല്ലേ മോനെ? പിന്നെ എന്നാ പിന്നെ നമുക്ക് കച്ചവടം തുടങ്ങാം. ആദ്യേ ഞമ്മക്ക് ഇതിനൊരു പേരിടണം. പാത്തുമ ചിക്കൻ സ്റ്റാൾ. അത് കൊള്ളാം. അയ്യടാ പേരിലൊരു മാറ്റണ്ട്. അങ്ങനല്ല, പാ നല്ല മോനെ, ഫാത്തിമ ചിക്കൻ സ്റ്റോൾ. അത് കൊള്ളാം. ഒക്കെ ഈ തന്നെയാ പറയണത്. അത് കൊള്ളാം. പേരിൽ എന്തിരിക്കുന്ന അളിയാ? അപ്പൊ ഞാൻ പോയിട്ട് കോഴിക്കുട്ടികളെ സംഘടിപ്പിച്ചു വരാം. തള്ളക്കോഴി മുട്ടയിട്ട് കൊത്തി വിരിഞ്ഞു കിയാം 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 കോഴി കുഞ്ഞുങ്ങൾ കറുത്തതുണ്ട് കറുത്തതുണ്ട് പുള്ളിയും വളഞ്ഞു പോമോനെ കിയാം കിയാം കോയി. ഓ കുറച്ച് എങ്ങോട്ടാണ് നിങ്ങളെ പള്ളിക്കാട്ടിൽ കെടുക്കേണ്ടി വരുന്നാ തോന്നേ. MIT Musa. MIT Musa. നേരെ വെക്ക്. ഇതിലെന്താടാ രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞ നമ്പറൊക്കെ? അതെനിക്ക് അപ്പ തോന്നിയ നമ്പർ എഴുതി വെച്ചാണ്. ഇനിയിപ്പൊ ലേബർ രജിസ്ട്രേഷൻ ഇല്ലാന്ന് കണ്ടാല് പഞ്ചായത്ത് പൂട്ടിക്കാൻ ആളൊന്നും വരില്ലല്ലോ. മോനെ കൈ ഇങ്ങോട്ടുണ്ട്. അനക്ക് ഇഞ്ച ബുദ്ധിയാ കിട്ടിയത്. ഉമ്മാന്റെ അത്രയും ബുദ്ധി കുറവാ എനിക്ക്. അല്ല കോഴിക്കുട്ടികൾ ഓട്ടർസിലെ വരുന്ന സുക്കൂറിന്റെ കൂടെ നല്ല രസമുണ്ടല്ലേ? നിങ്ങളുടെ കോഴിക്കുട്ടികളുടെ കാലാണ് ഈ കടിച്ചു മുറിച്ച് തിന്നത്. 10-35 കോഴിക്കുട്ടികളുണ്ട്. കേരള പൗൾട്രി വികസന കോർപ്പറേഷൻ പൈസ കൊടുത്ത് വാങ്ങിയതാ. നാളെ കുറച്ചുകൂടി കോഴിക്കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്. കച്ചവടം ഒന്ന് പച്ച പിടിക്കട്ടെ അളിയാ. കൊണ്ടുവന്ന കോയിനെ ഇപ്പൊ വാങ്ങിയതിന്റെ 5 ഇരട്ടി വിലക്കാണ് നമ്മൾ വിൽക്കാൻ പോണത്. അതാണ് അളിയ ബിസിനസ്. ഇനി വീട്ടുവളപ്പിൽ കോഴിക്കുട്ടികളെ എങ്ങനെ വളർത്താമെന്നതിനെ പറ്റി ഇവൻ ക്ലാസ് എടുക്കും. ബനാരാ ഇവന് വെറ്റിനറി സർവകലാശാലയിലാ പണി. ക്ലാസ് എടുക്കാൻ തുടങ്ങിയോ? മുട്ടയിടാൻ തുടങ്ങുന്നതും കോഴിയൊന്നിന് 30 ഗ്രാം വരെ ചെലവ് കുറഞ്ഞ ധാന്യങ്ങൾ അതിരാവിലെയും വൈകുന്നേരവും തിന്നാൻ കൊടുക്കും. കടല, തേങ്ങ, എള്ള്, സോയ എന്നിവയുടെ പിണ്ണാക്കും തിന്നാൻ കൊടുക്കും. ഇഞ്ച മോനെ ഈ പൊരയിലെ കോഴിക്ക് തിന്നാൻ വേണ്ടി ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അതിന് ഈ യൂണിവേഴ്സിറ്റിയിൽ വന്ന് ക്ലാസ് എടുക്കൊന്നും വേണ്ട. നറ്റിനിൽ ഇഞ്ച പൊരയിലെ കുട്ടിക്കാലം മുതൽക്ക് കോഴിനെ തൊട്ടും തോണ്ടിയും തലോടിയും വളർത്തിയോളാണ് ഞമ്മളി. എന്നാലും ഒരു പറയാനുള്ള പറയട്ടെ പത്തു സുക്കൂർ ഏതായാലും വിളിച്ചുണ്ടെന്നല്ലേ ഈ ക്ലാസ് എടുത്തുവിടും മോനെ. കോഴിയെ തുറസായ സ്ഥലങ്ങളിൽ തുറന്നു വിട്ട് വളർത്തുക. വീട്ടുവളപ്പിൽ ഒച്ച്, മണ്ണിര, ചിതൽ, പാറ്റ ഇവ തീറ്റയായി കിട്ടുന്നത് കൊണ്ട് മുട്ട ഉൽപാദനം വർദ്ധിപ്പിക്കും. മോനെ ഞങ്ങൾ തുറന്നിട്ടിട്ട് തന്നെയാണ് കോഴിനെ വളർത്തല്. കോഴിനെ കൂട്ടിലടച്ചിട്ടാൽ എങ്ങനെ വളരാനാണ്? അല്ല ഈ കോഴിനെ പോറ്റുന്നതിൽ ആ ഡിഗ്രി എടുത്തത് അനക്ക് വേറൊരു വിഷയം കിട്ടിയില്ല പഠിക്കാന്? വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ ഇതൊക്കെ തന്നെയാ പഠിപ്പിക്കുന്നത്. അടുത്ത ഡിഗ്രി പരീക്ഷ നമ്മൾ എഴുതിനെങ്കിലും 1.5 കൂടെ പാസ് കഴിഞ്ഞു. അല്ല മോനെ അനക്ക് കോഴിനെ പോറ്റുന്നതിൽ എന്നെയാ ഡിഗ്രി? ഞാൻ അവിടെ ഒരു പ്രൊജക്ടിന്റെ കോർഡിനേറ്ററാണ്. കോഴി വളർത്തൽ പ്രൊജക്ട്. ആയിട്ട് എന്തെങ്കിലും പണി കിട്ടിയാ നമ്മൾ ആരാകേനു? എല്ലാ പുരയിലും പോയിട്ട് കോഴിനെ പോറ്റിനെ പഠിപ്പിക്കും. അയക്ക് നല്ലോണം അറിയാം. അറിയുന്ന കാര്യങ്ങള് ഇവിടെ കാണിച്ചു തന്നാ മതി. നല്ല ലാഭം കിട്ടുന്ന ബിസിനസ് ആക്കണം. ഈ കൊണ്ടുവന്ന കോഴിക്കുട്ടികൾ കൊണ്ട് നമ്മൾ ഒരു കളി കളിക്കും. നല്ല ഇനം നാടൻ കോഴിക്കളെ വിൽക്കണ വലിയൊരു കോഴി ഫാം ആക്കി മാറ്റും നമ്മൾ ഈ പോലെ. ഈ പറമ്പിൽ പിന്നുണ്ടല്ലോ ഒരൊറ്റ ശബ്ദം മാത്രമേ കേൾക്കൂ. കൊക്കരക്കോക്കോ കൊക്കരക്കോക്കോ കൊക്കരക്കോക്കോ. കോഴിക്കുട്ടികളെ കിയോ 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 കോഴി കുഞ്ഞുങ്ങൾ കറുത്തതുണ്ട് വെളുത്തതുണ്ട് കോഴി കുഞ്ഞുങ്ങൾ. കോയിന്റെ മനസ്സാണ് നോക്കി. ഇപ്പോളും കോഴിക്കുട്ടികളും കൂടി ഇവിടെ സിംഗിൾ ഡാൻസ് ആയിരിക്കും. ഇയാളൊന്നും പ്രശ്നമാക്കണ്ട. അളിയാ കോഴിക്കുട്ടികളൊക്കെ വളർന്നു. കുറച്ചെണ്ണം പാകമായിട്ട് വരുന്നു. നല്ല നാടൻ കോഴിക്കറി കൂട്ടിയിട്ട് കൊറേ കാലായി. ഈ മസാല ഇട്ട കോഴിക്കറി ഉണ്ടാക്കിയിട്ട് അന്നെ നമ്മൾ വിളിക്കുന്നുണ്ട്. ഏത് നേരം ഈ തിന്നുന്നതിനെ പറ്റി മാത്രം ചിന്തിക്കല അളിയാ. എന്തും നമ്മളൊരു ബിസിനസ് കണ്ണിലൂടെ കാണും. 100 കോഴിക്കുഞ്ഞുങ്ങൾക്ക് 3000 റുപ്യ കൊടുത്ത് തുടങ്ങിയ ബിസിനസ്സാ. അത് 10 ഇരട്ടിയായി തിരിച്ചു പിടിക്കണമെങ്കിലേ കോഴികൾ ചാവാണ്ടിരിക്കണം. അതിന് കോഴികൾ ജീവനോടെ ഉണ്ടല്ലോ. എന്റെ അളിയ ഇന്ന് ജീവനോട് ഇരിക്കുന്ന കോഴികൾ നാളെ ജീവനോട് ഇരിക്കുമെന്ന് ആർക്കറിയാം? അതിന് നമ്മളാരും കൊന്നു തിന്നില്ലെങ്കിൽ ആടുണ്ടാവുമല്ലോ. ഓ
ഈ കോഴിയൊക്കെ എന്തൊക്കെ രോഗങ്ങൾ വരും? കോഴി വസന്ത, കോഴി വസൂരി, അങ്ങനെ എന്തൊക്കെ രോഗങ്ങള്? തൂക്കല് കിട്ടി ചത്ത് പോകുന്നില്ലെന്ന് കോഴിക്കള്. അപ്പൊ ഞമ്മളെ കൊയ്യൊക്കെ അങ്ങനെ തൂക്കൽ വന്ന് ചത്തുപോവോ? ചാവാണ്ടിരിക്കാനുള്ള മരുന്നുമായിട്ടാണ് ഞാനിപ്പോ വന്നത്. അതിന്റെ മരുന്നാ? ഇത് ആന്റിബയോട്ടിക് മരുന്ന്, അമോക്സിലിൻ. കോഴികൾക്ക് ഒരു സൂക്കേടും വരൂല, നല്ല തൂക്കവും കിട്ടും. വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങളെ 45 ദിവസത്തിനുള്ളിൽ 2 കിലോക്കുള്ളിൽ തൂക്കം വരും. ഒരു കോഴിക്ക് 10-400 റുപ്യ. അല്ല സുക്കൂറെ, ഇതിപ്പോ കോഴിക്ക് കൊടുത്താലേ കോഴിനെ തിന്നുന്ന മനുഷ്യന്മാർക്ക് സൂക്കേട് വരൂലേ? അതിന് നമ്മൾ വളർത്തുന്ന കോഴിനെ നമ്മൾ തിന്നാണ്ടെന്നാ പോരെ. അതിന് പെരയുള്ളവർ കഴിക്കൂലോ. ഓർക്കെന്തെങ്കിലും സൂക്കേടുന്ന പിന്നെ മരുന്ന് കൊടുത്താ ഏശാണ്ടായി പോവില്ലേ? അതിന് ഈ കോഴികളെ വളർത്തുന്നത് വിൽക്കാൻ വേണ്ടിട്ടാന്ന് പറയണം. വീട്ടിൽ കോഴിനെ കൊന്ന് കറി വെക്കാൻ സമ്മതിക്കരുത്. അളിയൻ ഇത് ആരും കാണാതെ കോഴികൾക്ക് അങ്ങോട്ട് കൊടുക്കാൻ നോക്ക്. ഇനി അഥവാ താത്ത കണ്ടാല് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ കോഴിത്തീറ്റാന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി. എന്നാലും ഒരു മനസാക്ഷി കുത്തു. ഞമ്മളെ നാട്ടുകാരനല്ലേ ഈ കോഴിനെ തിന്നുന്നത്? മനസാക്ഷിയോട് പോയി പണി വെക്കാൻ പറയാളയാ. ബിസിനസ്സിന് എന്ത് മനസാക്ഷി? എന്റെ അളിയ, നമ്മൾ വിഷം നല്ല തീറ്റിക്കുന്നത് മരുന്നാ, നല്ല 1-ാം തരം മരുന്ന്. അളിയനത് അങ്ങോട്ട് പിടിക്കീന്ന്. മീ വിറ്റ് മാത്രം ജീവിക്കാനാവോ? കോഴിനെ വിറ്റിട്ട് കോടീശ്വരനാവണം, കോടീശ്വരൻ. നോക്കിക്കാണ്ട് കോഴിയൊക്കെ കൊടുക്കാൻ നോക്കി.